പാപത്തിൻ കുരിശു നീ തോളിലേറ്റി പാപ പരിഹാര വഴിയായി നീങ്ങുന്നു നീ നീങ്ങുന്നു. ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോൾ കണ്ണീരു കൊണ്ടു ഞാൻ കഴുകിടുന്നു തൃപ്പാദങ്ങൾ ചുംബിച്ചു ചൊല്ലുന്നു. കണ്ണീരു കൊണ്ടു ഞാൻ കഴുകിടുന്നു തൃപ്പാദങ്ങൾ ചുംബിച്ചു ചൊല്ലുന്നു. പാപങ്ങൾ പതിക്ക് നിൻമുഖം മമതാരിൽ പൊറുക്കണേ എൻ പാപങ്ങൾ പതിക്ക് നിൻമുഖം മമതാരിൽ മമതാരിൽ. ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോൾ തകരുന്നു ഹൃദയം തകരുന്നു ഹൃദയമെന്നീശോയേ എൻ പാപത്തിൻ കുരിശു നീ തോളിലേറ്റി പാപ പരിഹാര വഴിയായി നീങ്ങുന്നു നീ നീങ്ങുന്നു. പ്രാരംഭ പ്രാർത്ഥന. ദൈവസ്നേഹം മനുഷ്യനായി അവതരിച്ചു. ദൈവപുത്രൻ ഈ മണ്ണിൽ ഭൂജാതനായി തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായുള്ള അവിടുത്തെ പാപപരിഹാര ബലിയുടെ സമയമായി. ദൈവത്തോട് മനുഷ്യൻ കാണിക്കുന്ന നിന്ദാപമാനങ്ങളുടെ കാഠിന്യം ഏറ്റെടുത്ത് സ്വന്തം ശരീരത്തിലൂടെ അതിന് പരിഹാരം ചെയ്യുന്ന യേശുവിൻ്റെ പീഡാസഹനങ്ങളെ നമുക്ക് ധ്യാനിക്കാം. മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനായി സ്വജീവൻ കുരിശിൽ ബലിയായി ഹോമിച്ച യേശു ക്രിസ്തുവിൻ്റെ പാടുപീഡകളെ സ്വന്തം ഹൃദയത്തിൽ വ്യാകുലവാളായി ഏറ്റെടുത്ത പരിശുദ്ധ കന്യകാ മാതാവിനോടൊപ്പം ഈ പാപപരിഹാര വഴി നമുക്ക് ആരംഭിക്കാം. കർത്താവേ, ഞങ്ങളോട് പൊറുക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ പാപപരിഹാര ബലിയിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. സ്നേഹത്തിൻ ഉറവയാം നാഥ, ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ, കുരിശിൻ ചുവട്ടിൽ
പാപ പരിഹാര വഴിയിലൂടെ സ്നേഹത്തിൻ ഉറവയാം നാഥാ, ഹൃദയം പിളർന്നു ക്രൂശിൽ ഇടയും യേശുവേ, കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പരിഹാര വഴിയിലൂടെ. തിരുമുറിവുകളിൽ അഭയം തരേണേ, തിരുരക്തത്താൽ കഴുകിയിടേണേ, തിരുമുറിവുകളിൽ അഭയം തരേണേ, തിരുരക്തത്താൽ കഴുകിയിടേണേ, അനുതാപ കണ്ണീരൊഴുക്കി നാഥ താണുവണങ്ങുന്നു ഞങ്ങൾ. അനുതാപ കണ്ണീരൊഴുക്കി നാഥ താണുവണങ്ങുന്നു ഞങ്ങൾ. നാഥ താണുവണങ്ങുന്നു ഞങ്ങൾ. സ്നേഹത്തിൻ ഉറവയാം നാഥാ, ഹൃദയം പിളർന്നു ക്രൂശിൽ ഇടയും യേശുവേ, കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പരിഹാര വഴിയിലൂടെ. ഒന്നാം സ്ഥലം, ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന സമയം ശിഷ്യന്മാർ ഉറങ്ങി വിശ്രമിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമാണ്. മനുഷ്യനായ ഈശോയുടെ മനോവ്യഥകളെ തിരിച്ചറിയാൻ കഴിയാതെ പോയ ബലഹീനരായ ശിഷ്യന്മാർ ഉറങ്ങി വിശ്രമിക്കുന്നു. ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങളുടെ നൊമ്പരങ്ങളെ, ഹൃദയവേദനകളെ എപ്പോഴെങ്കിലും നാം തിരിച്ചറിയാതെ പോകുന്നുവോ? അപ്പോഴെല്ലാം മനുഷ്യപുത്രൻ വേദന കൊണ്ട് പുളയുകയാണ്. ഈശോയെ, അങ്ങയുടെ അരൂപിയാൽ പൂരിതരായി ഞങ്ങളുടെ ചുറ്റുമുള്ളവരുടെ മാനസിക സംഘർഷങ്ങളെ തിരിച്ചറിയാനുള്ള വരം ഞങ്ങൾക്ക് തന്നരുളണമേ. കർത്താവെ, ഞങ്ങളോട് പൊറുക്കണമേ. പരിശുദ്ധ ദൈവമാതാവെ, അങ്ങേ തിരുക്കുമാരൻ്റെ പാപപരിഹാര ബലിയിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ.
ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോ, ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോ തകരുന്നു ഹൃദയം, തകരുന്നു ഹൃദയമെന്നീശോയേ. എൻ പാപത്തിൻ കുരിശു നീ തോളിലേറ്റി, പാപ പരിഹാര വഴിയായി നീങ്ങുന്നു, നീ നീങ്ങുന്നു. ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോ. കണ്ണീരു കൊണ്ടു ഞാൻ കഴുകിടുന്നു തൃപ്പാദങ്ങൾ ചുംബിച്ചു ചൊല്ലുന്നു. കണ്ണീരു കൊണ്ടു ഞാൻ കഴുകിടുന്നു തൃപ്പാദങ്ങൾ ചുംബിച്ചു ചൊല്ലുന്നു. പൊറുക്കണേ എൻ പാപങ്ങൾ, പതിക്കെ നിൻമുഖം മമതാരിൽ. പൊറുക്കണേ എൻ പാപങ്ങൾ, പതിക്കെ നിൻമുഖം മമതാരിൽ, മമതാരിൽ. ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോൾ തകരുന്നു ഹൃദയം, തകരുന്നു ഹൃദയമെന്നീശോയേ. എൻ പാപത്തിൻ കുരിശു നീ തോളിലേറ്റി, പാപ പരിഹാര വഴിയായി നീങ്ങുന്നു, നീ നീങ്ങുന്നു. രണ്ടാം സ്ഥലം, ഈശോയുടെ കവിളിൽ ചുംബിച്ച യൂദാസ് യേശുവിനെ ഒറ്റുകൊടുക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. യൂദാസേ, ചുംബനം കൊണ്ടാണോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി സ്നേഹ ചുംബനം നൽകിയ ഗുരുവിനെ ഒരു ശിഷ്യൻ നൽകാവുന്ന ഏറ്റവും വലിയ നിന്ദനത്തിൻ്റെ പ്രവൃത്തി. ഉള്ളിൽ ചതിയും വഞ്ചനയും, ചുണ്ടിൽ പുഞ്ചിരിയും ചുംബനവും. എത്രമാത്രം യേശുവിൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയെന്ന് ആർക്ക് വിവരിക്കാൻ പറ്റും? കൂടെ കൊണ്ടു നടന്ന് വെള്ളം വീഞ്ഞാക്കിയതിനും 5 അപ്പം 5000 വർദ്ധിപ്പിച്ചതിനും ലാസറിനെ ഉയർപ്പിക്കുന്നതിനും സാക്ഷിയായ ശിഷ്യൻ തൻ്റെ ഗുരുവിനെ ചുംബിച്ച് ഒറ്റിക്കൊടുക്കുന്നു. 30 ചില്ലിക്കാശിന് വേണ്ടി ഇന്നും നമ്മൾ എത്ര പേരെയാണ് ഒറ്റുന്നത്, ചതിക്കുന്നത്? 1 ഇഞ്ച് സ്ഥലത്തിനു വേണ്ടി, 1,00,000 രൂപയ്ക്ക് വേണ്ടി സ്നേഹബന്ധങ്ങളെ ഒറ്റിക്കൊടുക്കുമ്പോൾ നാം യൂദാസിൻ്റെ പ്രതിരൂപമായി മാറുന്നു. യേശുവേ, ഞങ്ങളുടെ ആത്മാവുകളിലേക്ക് സ്വർഗീയ വെളിച്ചം വീശണമേ. കർത്താവെ, ഞങ്ങളോട് പൊറുക്കണമേ.
പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ പാപപരിഹാര ബലിയിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. സ്നേഹത്തിൻ ഉറവയാം നാഥ, ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ, കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ. സ്നേഹത്തിൻ ഉറവയാം നാഥാ, ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ, കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ. തിരുമുറിവുകളിൽ അഭയം തരേണേ, തിരുരക്തത്താൽ കഴുകിയിടേണേ. തിരുമുറിവുകളിൽ അഭയം തരേണേ, തിരുരക്തത്താൽ കഴുകിയിടേണേ. അനുതാപ കണ്ണീരൊഴുക്കി നാഥ താണുവണങ്ങുന്നു ഞങ്ങൾ. അനുതാപ കണ്ണീരൊഴുക്കി നാഥ താണുവണങ്ങുന്നു ഞങ്ങൾ. നാഥ താണുവണങ്ങുന്നു ഞങ്ങൾ. സ്നേഹത്തിൻ ഉറവയാം നാഥാ, ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ, കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ. സ്നേഹത്തിൻ ഉറവയാം നാഥ, ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ, കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ. മൂന്നാം സ്ഥലം. ഈശോ പിടിക്കപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ വസ്ത്രം പോലും ഉപേക്ഷിച്ച് ഓടിമറയുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു.
നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ. തൻ്റെ കൂടെയുള്ളവർ, തൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നവർ തൻ്റെ വേദനകളുടെയും സങ്കടങ്ങളുടെയും നടുവിൽ തന്നെ വിട്ടുപേക്ഷിച്ച് ഓടിപ്പോകുമ്പോൾ ഈശോ അനുഭവിച്ച അതിദാരുണമായ ഒറ്റപ്പെടലിൻ്റെ ആഴം നമുക്ക് ധ്യാനിക്കാം. ഈശോയെ, ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നപ്പോൾ, എൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ, ആർക്കും എന്നെ ഉപകാരമില്ലാതായപ്പോൾ, ഓരോരുത്തരും സ്വന്തം സുഖം തേടിപ്പോയപ്പോൾ, യേശുവേ, നീ നിൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് തിരിഞ്ഞതുപോലെ എൻ്റെ കണ്ണുകൾ ഞാൻ അങ്ങേ പക്കലേക്ക് ഉയർത്തുന്നു. എന്നോട് കരുണ തോന്നണമേ. കർത്താവെ, ഞങ്ങളോട് പൊറുക്കണമേ. പരിശുദ്ധ ദൈവമാതാവെ, അങ്ങേ തിരുക്കുമാരൻ്റെ പാപപരിഹാര ബലിയിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോൾ, ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോൾ തകരുന്നു ഹൃദയം, തകരുന്നു ഹൃദയമെന്നീശോയേ. എൻ പാപത്തിൻ കുരിശു നീ തോളിലേറ്റി, പാപ പരിഹാര വഴിയായി നീങ്ങുന്നു, നീ നീങ്ങുന്നു. ക്രൂശിൽ ഞാൻ ഈശോയെ കാണും. കണ്ണീരു കൊണ്ടു ഞാൻ കഴുകിടുന്നു, തൃപ്പാദങ്ങൾ ചുംബിച്ചു ചൊല്ലുന്നു. കണ്ണീരു കൊണ്ടു ഞാൻ കഴുകിടുന്നു, തൃപ്പാദങ്ങൾ ചുംബിച്ചു ചൊല്ലുന്നു. പൊറുക്കണേ എൻ പാപങ്ങൾ, പതിക്ക് നിൻമുഖം മമതാരിൽ. പൊറുക്കണേ എൻ പാപങ്ങൾ, പതിക്ക് നിൻമുഖം മമതാരിൽ, മമതാരിൽ. ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോൾ തകരുന്നു ഹൃദയം, തകരുന്നു ഹൃദയമെന്നീശോയേ. എൻ പാപത്തിൻ കുരിശു നീ തോളിലേറ്റി, പാപ പരിഹാര
വഴിയായി നീങ്ങുന്നു, നീ നീങ്ങുന്നു. നാലാം സ്ഥലം. ഈശോയെ പടയാളികൾ കൈകൾ കൂട്ടിക്കെട്ടിയപ്പോൾ പത്രോസ് ഉറയിൽ നിന്ന് വാളെടുത്ത് പടയാളിയുടെ ചെവി ചെത്തുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. പത്രോസേ, വാൾ അതിൻ്റെ ഉറയിലിടുക. വാളെടുത്താൽ അവൻ വാളാൽ തന്നെ നശിക്കും. യേശുവേ, ശത്രുവിനെ സ്നേഹിക്കാൻ നീ പഠിപ്പിച്ചത് തൻ്റെ ശിഷ്യന്മാരുടെ പ്രവൃത്തികളുടെ മുമ്പിൽ അങ്ങ് ആവർത്തിക്കുകയാണ്. വാളിനെ വാളുകൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് നേരിടേണ്ടതെന്ന് പത്രോസിനെ നീ പഠിപ്പിച്ചു. എന്നോട് നീ മറ്റുള്ളവൻ്റെ ചെവി ചെത്തിയിട്ടല്ല സ്നേഹം കാണിക്കേണ്ടത് എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരാളോട് സ്നേഹം കൂടുമ്പോൾ മറ്റുള്ളവരുടെ ചെവി ചെത്തി സ്നേഹം ഇന്ന് നമ്മുടെ ഇടയിൽ എത്രമാത്രമുണ്ട്. ഒരാളോട് സ്നേഹം കൂടുമ്പോൾ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന ഓരോ നിമിഷങ്ങളിലും നീ മറ്റുള്ളവരോട് എങ്ങനെ ചെയ്യണം എന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ എന്താണ് നിന്നോട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അത് നീ അവരോട് ചെയ്യണം. യേശുവേ, വാളെടുത്തവൻ വാളാലെ നശിക്കുമെന്ന അങ്ങയുടെ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തെ തൊടുന്നു. നിന്നെ കുരിശിൽ തറയ്ക്കാൻ പിടിച്ചുകൊണ്ടു പോകുമ്പോഴും രക്ഷിക്കാൻ പരിശ്രമിക്കുന്ന ശിഷ്യനു കൊടുക്കുന്ന ഉപദേശം സ്വർഗീയ ദൂതാണ്. നീ ശത്രുവിനെ പോലും സ്നേഹിക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. നമ്മൾ ഒരാളെ സ്നേഹിച്ച് മറ്റുള്ളവനെ ദ്രോഹിക്കുന്ന ഏത് നിമിഷങ്ങളിലും കർത്താവിൻ്റെ വാക്കുകൾ നമ്മുടെ മുമ്പിൽ വരും. വാളെടുത്താൽ നീ വാളാലെ നശിക്കും. കൃപ ചൊരിയണമേ കർത്താവേ ഞങ്ങളുടെ മേൽ. കർത്താവേ, ഞങ്ങളോട് പൊറുക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ പാപപരിഹാര ബലിയിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. സ്നേഹത്തിൻ ഉറവയാം നാഥ, ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ, കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ. സ്നേഹത്തിൻ ഉറവയാം നാഥാ, ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ, കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ. തിരുമുറിവുകളിൽ അഭയം തരേണേ, തിരുരക്തത്താൽ കഴുകിയിടേണേ.
തിരുമുറിവുകളിൽ അഭയം തരേണേ. തിരുരക്തത്താ കഴുകിയിടേണേ. അനുതാപ കണ്ണീരൊഴുക്കി നാഥ താണുവണങ്ങുന്നു ഞങ്ങൾ. അനുതാപ കണ്ണീരൊഴുക്കി നാഥ താണുവണങ്ങുന്നു ഞങ്ങൾ. നാഥ താണുവണങ്ങുന്നു ഞങ്ങൾ. സ്നേഹത്തിൻ ഉറവയാം നാഥാ, ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ. കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ. സ്നേഹത്തിൻ ഉറവയാം നാഥ, ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ. കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ. അഞ്ചാം സ്ഥലം, ഈശോയുടെ ചെകിടത്തടിച്ച് പ്രധാന പുരോഹിതനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്ന മനുഷ്യൻ. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക. ശരിയാണ് പറഞ്ഞതെങ്കിൽ എന്തിനാണ് നീ എന്നെ അടിച്ചത്? ഒരു കാരണവും കൂടാതെ യേശുവിൻ്റെ കവിളിൽ ആഞ്ഞടിക്കുന്ന ആ മനുഷ്യൻ നമ്മുടെ പ്രതീകമല്ലേ? ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, പിന്നെ നീ എന്തിനെന്നെ അടിച്ചു എന്ന ഈശോയുടെ ചോദ്യം ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് പലരോടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നോടിങ്ങനെ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളും ചോദിച്ച് കരഞ്ഞിട്ടില്ലേ? ആരോടെങ്കിലും ഇഷ്ടക്കേട് തോന്നിയാൽ അയാളിൽ കുറ്റം ചുമത്താനും ശിക്ഷിക്കാനും നമ്മുടെ മനസ്സ് തയ്യാറാകുമ്പോൾ യേശുവിൻ്റെ ജീവിത അനുഭവം നമ്മുടെ ജീവിത അനുഭവമായി മാറുകയാണ്. മാനസാന്തരത്തിലേക്ക് യേശുവേ ഞങ്ങളെ നയിക്കണമേ. കർത്താവേ ഞങ്ങളോട് പൊറുക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ പാപപരിഹാര ബലിയിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോൾ, ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോൾ തകരുന്നു ഹൃദയം, തകരുന്നു ഹൃദയമെന്നീശോയേ. എൻ പാപത്തിൻ കുരിശു നീ തോളിലേറ്റി, പാപപരിഹാര വഴിയായി നീങ്ങുന്നു, നീ നീങ്ങുന്നു.
കണ്ണീരു കൊണ്ടു ഞാൻ കഴുകിടുന്നു. തൃപ്പാദങ്ങൾ ചുംബിച്ചു ചൊല്ലുന്നു. കണ്ണീരു കൊണ്ടു ഞാൻ കഴുകിടുന്നു. തൃപ്പാദങ്ങൾ ചുംബിച്ചു ചൊല്ലുന്നു. പൊറുക്കണേ എൻ പാപങ്ങൾ, പതിക്ക നിൻമുഖം മമതാരിൽ. പൊറുക്കണേ എൻ പാപങ്ങൾ, പതിക്ക നിൻമുഖം മമതാരിൽ. മമതാരിൽ ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോൾ തകരുന്നു ഹൃദയം. തകരുന്നു ഹൃദയമെന്നീശോയെ. എൻ പാപത്തിൻ കുരിശു നീ തോളിലേറ്റി. പാപപരിഹാര വഴിയായി നീങ്ങുന്നു, നീ നീങ്ങുന്നു. ആറാം സ്ഥലം. ഈശോയിൽ കൊലക്കുറ്റം ചുമത്തുവാൻ കയ്യപ്പാസ് മേലങ്കി കീറി വിധി പ്രസ്താവിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. നീയാണോ വാഴ്ത്തപ്പെട്ടവൻ്റെ പുത്രൻ? ഞാൻ തന്നെ. ദൈവത്തിൻ്റെ ഏകജാതനായ യേശു ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോയ പുരോഹിത സമൂഹം തങ്ങളെക്കാൾ ദൈവീകത നിറഞ്ഞ ദൈവപുത്രൻ തന്നെയായ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാൻ കഴിയാത്ത കയ്യാപ്പാസ് പുരോഹിത ശ്രേഷ്ഠന്മാരുടെ ഇടയിൽ തൻ്റെ മേലങ്കി കീറി വികാര പ്രകടനത്തിലൂടെ മരണശിക്ഷയ്ക്ക് അർഹനാണെന്ന് വിധി പ്രസ്താവിക്കുന്നു. തങ്ങളുടെ ആത്മീയതയേക്കാൾ വലിയ ആത്മീയത അംഗീകരിക്കാൻ കഴിയാതെ പോയ മനുഷ്യർ ഇന്നും നമ്മുടെ ഇടയിലില്ലേ? ആത്മീയ അധികാരം ഉപയോഗിച്ച് കുറ്റവും ശിക്ഷയും നാം പ്രസ്താവിക്കുമ്പോൾ ഈ പുരോഹിത ശ്രേഷ്ഠൻ്റെ പാപ അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേരുന്നു. ആത്മീയ വരങ്ങളും ആത്മീയ അധികാരങ്ങളും ദാനങ്ങളാണെന്ന് എന്നും ഞങ്ങളുടെ ഓർമ്മയിൽ യേശുവേ നീ നിലനിർത്തണമേ. കർത്താവേ, ഞങ്ങളോട് പൊറുക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ പാപപരിഹാര ബലിയിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. സ്നേഹത്തിൻ ഉറവയാം നാഥ, ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ. കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ. സ്നേഹത്തിൻ ഉറവയാം നാഥ, ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ. കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര
അഭയം തരേണേ തിരുരക്തത്താൽ കഴുകിയിടേണേ തിരുമുറിവുകളിൽ അഭയം തരേണേ തിരുരക്തത്താൽ കഴുകിയിടേണേ അനുതാപ കണ്ണീരൊഴുക്കി നാഥ താണുവണങ്ങുന്നു ഞങ്ങൾ അനുതാപ കണ്ണീരൊഴുക്കി നാഥ താണുവണങ്ങുന്നു ഞങ്ങൾ നാഥ താണുവണങ്ങുന്നു ഞങ്ങൾ സ്നേഹത്തിൻ ഉറവയാം നാഥാ, ഹൃദയം പിളർന്നു ക്രൂശിൽ ഇടയും യേശുവേ, കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പരിഹാര വഴിയിലൂടെ. സ്നേഹത്തിൻ ഉറവയാം നാഥ, ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ, കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ. ഏഴാം സ്ഥലം, ഈശോയ്ക്കെതിരെ കള്ളസാക്ഷികളെ നിരത്തി കുറ്റവിചാരണ നടത്തുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? യേശുവിനെതിരെ കള്ളസാക്ഷ്യം പറയുവാനും കുറ്റമാരോപിക്കുവാനും പുരോഹിതന്മാരും നിയമജ്ഞരും ഫരിസേയരും എത്രയോ കഷ്ടപ്പെടുകയാണ്. എന്നിട്ടും അവരുടെ സാക്ഷ്യങ്ങൾ പൊരുത്തപ്പെടാതെ പോയി. കുറ്റമില്ലാത്തവനെ കുറ്റക്കാരനാക്കാൻ ഇന്നും എത്രയോ വഴികളാണ് നമ്മുടെ മുമ്പിൽ. കള്ളസാക്ഷ്യം പറയാൻ ഇന്നും കോടതി വരാന്തകളിൽ എത്രയോ പേരെ നമുക്ക് കിട്ടും. ഇന്നലെ നീ ഞങ്ങളുടെ രാജാവാകണം എന്ന് പറഞ്ഞ അതേ മനുഷ്യർ നീ പാപിയാണ്, ദൈവദൂഷകനാണ് എന്ന് എത്ര ഉറക്കെയാണ് ആക്രോശിക്കുന്നത്. എത്ര കള്ളസാക്ഷ്യങ്ങൾ കൂട്ടിച്ചേർത്താണ് നാം ഒരാളെ കുറ്റക്കാരനാക്കുന്നത്. ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോയിക്കൊള്ളുക. അങ്ങയുടെ ഈ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസമേകട്ടെ. കർത്താവെ, ഞങ്ങളോട് പൊറുക്കണമേ. പരിശുദ്ധ ദൈവമാതാവെ, അങ്ങേ തിരുക്കുമാരൻ്റെ പാപപരിഹാര ബലിയിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോൾ, ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോൾ തകരുന്നു ഹൃദയം, തകരുന്നു ഹൃദയമെന്നീശോയെ. എൻ പാപത്തിൻ
കുരിശു നീ തോളിലേറ്റി പാപ പരിഹാര വഴിയായി നീങ്ങുന്നു, നീ നീങ്ങുന്നു. ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോ കണ്ണീരു കൊണ്ടു ഞാൻ കഴുകിടുന്നു, തൃപ്പാദങ്ങൾ ചുംബിച്ചു ചൊല്ലുന്നു. കണ്ണീരു കൊണ്ടു ഞാൻ കഴുകിടുന്നു, തൃപ്പാദങ്ങൾ ചുംബിച്ചു ചൊല്ലുന്നു. പൊറുക്കണേ എൻ പാപങ്ങൾ, പതിക്ക് നിൻമുഖം മമതാരിൽ. പൊറുക്കണേ എൻ പാപങ്ങൾ, പതിക്ക് നിൻമുഖം മമതാരിൽ, മമതാരിൽ. ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോൾ തകരുന്നു ഹൃദയം, തകരുന്നു ഹൃദയമെന്നീശോയെ. എൻ പാപത്തിൻ കുരിശു നീ തോളിലേറ്റി പാപ പരിഹാര വഴിയായി നീങ്ങുന്നു, നീ നീങ്ങുന്നു. എട്ടാം സ്ഥലം, ഈശോയെ ക്രൂശിക്കുക, ബറാബാസിനെ വിട്ടുതരിക എന്ന് ജനം ആർത്തു വിളിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചു കൊള്ളുവിൻ, എന്തെന്നാൽ അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. ഈശോയെ കൂടെ നിന്ന് കൂട്ടുകൂടി സ്തുതി പാടിയ സഹോദരങ്ങൾ തക്ക സമയം പാർത്ത് കൊലവിളികൾ ഉയർത്തിയപ്പോൾ ഞങ്ങളും ഈ വേദനയിലൂടെ കടന്നു പോവുകയായിരുന്നു. ആത്മീയ നിശബ്ദതയുടെ മാർഗത്തിലൂടെ ഹൃദയത്തിൻ്റെ വേദനകളെ ഉൾക്കൊള്ളുന്ന യേശു ഞങ്ങളുടെ മുമ്പിൽ ഒരക്ഷരം പോലും ഉരയാടാതെ അവരുടെ ആർത്തനാദത്തിൻ്റെ മുൻപിൽ പിതാവിൻ്റെ ഇഷ്ടം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന യേശുവേ, എത്രയോ പ്രാവശ്യം ഞങ്ങളെ ക്രൂശിക്കുക, ഞങ്ങളെ ക്രൂശിക്കുക എന്ന് ആർത്ത് വിളിച്ച അനേകരുടെ ശബ്ദം ഞങ്ങളുടെ കർണപുടങ്ങളിൽ പതിക്കുന്നു. ഓരോ വാക്കുകളും അങ്ങയുടെ ഹൃദയത്തെ എത്ര വേദനിപ്പിച്ചുവെന്ന് ഇന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇന്ന് ഞങ്ങളെ ക്രൂശിക്കാൻ മാത്രം കച്ചകെട്ടി ഇറങ്ങുന്ന മനുഷ്യരുടെ മുൻപിൽ സ്വർഗീയ നിശബ്ദത കൊണ്ട് മറുപടി നൽകുവാൻ, നിത്യതയെ ഓർത്ത് ജീവിതം സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളോട് പൊറുക്കണമേ. പരിശുദ്ധ ദൈവമാതാവെ, അങ്ങേ തിരുക്കുമാരൻ്റെ പാപപരിഹാര ബലിയിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ.
സ്നേഹത്തിൻ ഉറവയാം നാഥ, ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ, കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ. സ്നേഹത്തിൻ ഉറവയാം നാഥ, ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ, കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ. തിരുമുറിവുകളിൽ അഭയം തരേണേ, തിരുരക്തത്താൽ കഴുകിയിടേണേ. തിരുമുറിവുകളിൽ അഭയം തരേണേ, തിരുരക്തത്താൽ കഴുകിയിടേണേ. അനുതാപ കണ്ണീരൊഴുക്കി നാഥ താണുവണങ്ങുന്നു ഞങ്ങൾ. അനുതാപ കണ്ണീരൊഴുക്കി നാഥ താണുവണങ്ങുന്നു ഞങ്ങൾ. നാഥ താണുവണങ്ങുന്നു ഞങ്ങൾ. സ്നേഹത്തിൻ ഉറവയാം നാഥ, ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ, കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ. സ്നേഹത്തിൻ ഉറവയാം നാഥ, ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ, കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ. 9-ാം സ്ഥലം. ഈശോ നിരപരാധിയാണെന്നറിഞ്ഞിട്ടും പീലാത്തോസ് കൈ കഴുകി ഈശോയെ മരണത്തിന് വിധിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മേൽ ഒരു അധികാരവും ഉണ്ടാകുമായിരുന്നില്ല. അതിനാൽ എന്നെ നിനക്കേൽപ്പിച്ചവൻ്റെ പാപം കൂടുതൽ ഗൗരവമുള്ളതാണ്. ഈശോയെ, അധികാരത്തിൻ്റെ ലൗകിക ഭൗതിക സന്തോഷം തേടി നിരപരാധികളെ കുറ്റം വിധിച്ച് സ്വയം നീതിമാനായി ചമഞ്ഞ് സ്വന്തം കുറ്റങ്ങളെ പച്ചവെള്ളത്തിൽ കഴുകിക്കളയാൻ ഞങ്ങൾ പരിശ്രമിച്ചപ്പോൾ എത്രയോ ആഴമുള്ള മുറിവാണ് നിന്നോടുള്ള ഞങ്ങളുടെ സ്നേഹബന്ധത്തിൽ സംഭവിച്ചത്. അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങളെക്കാൾ ഇസ്രായേൽ ജനങ്ങളുടെ വേദനകൾ പങ്കുപറ്റുന്നതാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞ മോശയെപ്പോലെ
അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന മനുഷ്യരാകാതെ സ്നേഹത്തിൻ്റെ പാനപാത്രം ഹൃദയത്തിൽ പേറുന്ന അങ്ങയുടെ ശിഷ്യരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളോട് പൊറുക്കണമേ. പരിശുദ്ധ ദൈവമാതാവെ, അങ്ങേ തിരുക്കുമാരൻ്റെ പാപപരിഹാര ബലിയിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോൾ, ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോൾ തകരുന്നു ഹൃദയം, തകരുന്നു ഹൃദയമെന്നീശോയേ. എൻ പാപത്തിൻ കുരിശു നീ തോളിലേറ്റി, പാപപരിഹാര വഴിയായി നീങ്ങുന്നു, നീ നീങ്ങുന്നു. ക്രൂശിൽ ഞാൻ ഈശോയെ കാണും. കണ്ണീരു കൊണ്ടു ഞാൻ കഴുകിടുന്നു, തൃപ്പാദങ്ങൾ ചുംബിച്ചു ചൊല്ലുന്നു. കണ്ണീരു കൊണ്ടു ഞാൻ കഴുകിടുന്നു, തൃപ്പാദങ്ങൾ ചുംബിച്ചു ചൊല്ലുന്നു. പൊറുക്കണേ എൻ പാപങ്ങൾ, പതിക്ക നിൻമുഖം മമതാരിൽ. പൊറുക്കണേ എൻ പാപങ്ങൾ, പതിക്ക നിൻമുഖം മമതാരിൽ, മമതാരിൽ. ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോൾ തകരുന്നു ഹൃദയം, തകരുന്നു ഹൃദയമെന്നീശോയേ. എൻ പാപത്തിൻ കുരിശു നീ തോളിലേറ്റി, പാപപരിഹാര വഴിയായി നീങ്ങുന്നു, നീ നീങ്ങുന്നു. പത്താം സ്ഥലം. ഞാൻ അവനെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്ന് കോഴി കൂവുന്നതിന് മുൻപ് പത്രോസേ, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. മനുഷ്യകുലത്തിൻ്റെ പാപഭാരം മുഴുവൻ
ഒരു മരക്കുരിശിൽ ഏറ്റുവാങ്ങാനായി. മനുഷ്യരുടെ വിധി പ്രസ്താവം കേൾക്കാൻ ശിഷ്യന്മാരിൽ പ്രധാനിയായി പത്രോസ് കർത്താവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും നിന്നെ തള്ളിപ്പറയുകയില്ല, ഏത് കാരാഗൃഹത്തിലേക്കും ഞാൻ നിന്റെ കൂടെ വരും എന്ന് പറഞ്ഞ പത്രോസ് ഒരു സ്ത്രീയുടെ ചോദ്യത്തിൻ്റെ മുൻപിൽ എനിക്കവനെ അറിയില്ല 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 എന്ന് 3 പ്രാവശ്യം തള്ളിപ്പറയുന്നു. ആ ശബ്ദം യേശുവിൻ്റെ ഹൃദയത്തിൽ എന്തുമാത്രം വേദനകളാണ് പകർന്നു കൊടുത്തത്. യേശു തിരിഞ്ഞു നോക്കി. ഒരക്ഷരം പോലും അവിടുന്ന് പത്രോസിനോട് മിണ്ടിയില്ല. പ്രിയമുള്ളവരെ, നാമും എത്രയോ പ്രാവശ്യം എത്രയോ പേരെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. എനിക്കറിയില്ല. ആ വാക്കുകളുടെ ഉള്ളിലെ മൂർച്ച അനുഭവിച്ച കർത്താവിനെ നമ്മളിപ്പോൾ ധ്യാനിക്കുകയാണ്. കൂടെ നടന്ന് മരിക്കാൻ പോലും ഞാൻ തയ്യാറായി എന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പോൾ ആ മനുഷ്യൻ അറിയില്ല എന്ന് പറയുന്നു. എത്രയോ ജീവിതങ്ങൾ നമ്മുടെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നു. കാര്യസാധ്യത്തിന് വേണ്ടി, സ്വന്തം ജീവൻ രക്ഷിക്കാൻ, സ്വന്തം ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി കൂടെ നെഞ്ചോട് ചേർത്ത് വെച്ചവനെ തള്ളിപ്പറയുന്ന ഓരോ നിമിഷങ്ങളിലും ഓർക്കുക പ്രിയമുള്ളവരെ, പത്രോസിന് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ നമുക്ക് എത്രയോ സാധ്യതകളുണ്ട്. കർത്താവേ, ഈ വലിയ അപരാധം ചെയ്യാതിരിക്കുവാൻ നിന്റെ ആത്മാവിൻ്റെ സമൃദ്ധി ഞങ്ങളുടെ മേൽ നീ അയക്കണമേ. കർത്താവെ, ഞങ്ങളോട് പൊറുക്കണമേ. പരിശുദ്ധ ദൈവമാതാവെ, അങ്ങേ തിരുക്കുമാരൻ്റെ പാപപരിഹാര ബലിയിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. സ്നേഹത്തിൻ ഉറവയാം നാഥ, ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ, കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ. സ്നേഹത്തിൻ ഉറവയാം നാഥ, ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ, കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ. തിരുമുറിവുകളിൽ അഭയം തരേണേ, തിരുരക്തത്താൽ കഴുകിയിടേണേ. തിരുമുറിവുകളിൽ അഭയം തരേണേ, തിരുരക്തത്താൽ കഴുകിയിടേണേ. അനുതാപ കണ്ണീരൊഴുക്കി നാഥ താണുവണങ്ങുന്നു ഞങ്ങൾ,
അനുതാപ കണ്ണീരൊഴുക്കി നാഥ താണുവണങ്ങുന്നു ഞങ്ങൾ, നാഥ താണുവണങ്ങുന്നു ഞങ്ങൾ. സ്നേഹത്തിൻ ഉറവയാം നാഥാ, ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ, കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ. സ്നേഹത്തിൻ ഉറവയാം നാഥ, ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ, കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ. 11-ാം സ്ഥലം. ഈശോയെ നഗ്നനാക്കി കുരിശിൽ കിടത്തി ആണികൾ തറയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കുവാൻ അവർ നറുക്കിട്ടു. നഗ്നനാക്കി ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവപുത്രനായ അങ്ങയെ കുരിശിൽ തറച്ചു കൊല്ലാൻ ഇടയാക്കിയ ഞങ്ങളുടെ പൂർവ്വ മാതാപിതാക്കളുടെ ഘോര പാപങ്ങൾക്ക് മാപ്പ് നൽകണമേ. ജീവൻ നൽകിയവൻ്റെ ജീവനെടുക്കാനിടയായ പാപക്കറകൾ അങ്ങയുടെ തിരുരക്തത്താൽ അങ്ങ് കഴുകിക്കളയണമേ. ഈശോയെ, നഗ്നനായി അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നപ്പോൾ മുതൽ മരണത്തിൻ്റെ കാലൊച്ച ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. നിരപരാധിയായ ആബേലിനെ കൊല്ലാൻ കല്ലുമായി വന്ന കായലിനെ പോലെ ആകാതിരിക്കുവാൻ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അങ്ങ് അയക്കണമേ. കർത്താവെ, ഞങ്ങളോട് പൊറുക്കണമേ. പരിശുദ്ധ ദൈവമാതാവെ, അങ്ങേ തിരുക്കുമാരൻ്റെ പാപപരിഹാര ബലിയിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. സ്നേഹത്തിൻ ഉറവയാം നാഥ, ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ, കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ. സ്നേഹത്തിൻ ഉറവയാം നാഥാ, ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ, കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ.
അഭയം തരേണേ തിരുരക്തത്താൽ കഴുകിയിടേണേ തിരുമുറിവുകളിൽ അഭയം തരേണേ തിരുരക്തത്താൽ കഴുകിയിടേണേ അനുതാപ കണ്ണീരൊഴുക്കി നാഥ താണുവണങ്ങുന്നു ഞങ്ങൾ അനുതാപ കണ്ണീരൊഴുക്കി നാഥ താണുവണങ്ങുന്നു ഞങ്ങൾ നാഥ താണുവണങ്ങുന്നു ഞങ്ങൾ സ്നേഹത്തിൻ ഉറവയാം നാഥാ, ഹൃദയം പിളർന്നു ക്രൂശിൽ ഇടയും യേശുവേ, കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ. സ്നേഹത്തിൻ ഉറവയാം നാഥ, ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ, കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ. 12-ാം സ്ഥലം. ഈശോയെ കുരിശിൽ കിടക്കുന്ന കള്ളൻ പരിഹസിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. മനുഷ്യകുലത്തിൻ്റെ പാപഭാരം മുഴുവൻ ചുമലിലേറ്റി താൻ ചുമന്നുകൊണ്ടുവന്ന കുരിശിൽ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുന്ന തൻ്റെ പിതാവിനോട് ഇവരോട് പൊറുക്കണമേ എന്ന് പറയുന്ന യേശു ഒരു കരുണയുമില്ലാതെ തൻ്റെ പാപത്തിൻ്റെ ശിക്ഷയായി മരണം ഏറ്റുവാങ്ങുമ്പോഴും യേശുവിനെ വെല്ലുവിളിക്കുന്ന ഒരു കള്ളൻ ചങ്ക് പറിച്ച് കാണിക്കുമ്പോൾ ഇത് ചെമ്പരത്തിപ്പൂവല്ലേ എന്ന് ചോദിക്കുന്ന പോലെ യേശുവിൻ്റെ കരുണാർദ്രമായ സ്നേഹത്തിൻ്റെ മുമ്പിൽ പോലും പശ്ചാത്താപത്തിൻ്റെ ഒരു കണിക പോലുമില്ലാത്ത മനുഷ്യരായി നാം മാറുന്നുണ്ടോ? മറ്റുള്ളവർ നമ്മളോട് കരുണയും ക്ഷമയും സ്നേഹവും കാണിക്കുമ്പോൾ അത് അവരുടെ ബലഹീനതയാണെന്ന് നമുക്ക് തോന്നാതിരിക്കട്ടെ. ഹൃദയം കഠിനമാക്കരുതേ, ഒരു നിമിഷം ഇനിയും വൈകരുതേ എന്ന അങ്ങയുടെ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങളോട് പൊറുക്കണമേ. പരിശുദ്ധ ദൈവമാതാവെ, അങ്ങേ തിരുക്കുമാരൻ്റെ പാപപരിഹാര ബലിയിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോൾ, ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോൾ തകരുന്നു ഹൃദയം, തകരുന്നു ഹൃദയമെന്നീശോയേ. എൻ പാപത്തിൻ കുരിശു നീ തോളിലേറ്റി പാപപരിഹാര
പരിഹാര വഴിയായി നീങ്ങുന്നു, നീ നീങ്ങുന്നു. ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോൾ കണ്ണീരു കൊണ്ടു ഞാൻ കഴുകിടുന്നു, തൃപ്പാദങ്ങൾ ചുംബിച്ചു ചൊല്ലുന്നു. കണ്ണീരു കൊണ്ടു ഞാൻ കഴുകിടുന്നു, തൃപ്പാദങ്ങൾ ചുംബിച്ചു ചൊല്ലുന്നു. പൊറുക്കണേ എൻ പാപങ്ങൾ, പതിക്ക് നിൻമുഖം മമതാരിൽ. പൊറുക്കണേ എൻ പാപങ്ങൾ, പതിക്ക് നിൻമുഖം മമതാരിൽ, മമതാരിൽ. ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോൾ തകരുന്നു ഹൃദയം, തകരുന്നു ഹൃദയമെന്നീശോയെ. എൻ പാപത്തിൻ കുരിശു നീ തോളിലേറ്റി, പാപ പരിഹാര വഴിയായി നീങ്ങുന്നു, നീ നീങ്ങുന്നു. പതിമൂന്നാം സ്ഥലം. ഈശോയ്ക്ക് ദാഹജലം നൽകുന്നത് തടഞ്ഞ് ഏലിയ വരുന്നത് കാണട്ടെ എന്ന് വെല്ലുവിളിക്കുന്ന ഫരിസയരും പുരോഹിത പ്രമുഖരും. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. എനിക്ക് ദാഹിക്കുന്നു. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, അവൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് കുടിക്കട്ടെ എന്നരുൾ ചെയ്ത യേശുവിന് മരണസമയത്ത് ദാഹജലം പോലും കൊടുക്കുവാൻ ഫരിസേയർ സമ്മതിച്ചില്ല. പച്ചവെള്ളത്തെ മധുരമുള്ള മുന്തിരിച്ചാറാക്കി മാറ്റി മനുഷ്യഹൃദയങ്ങളെ പ്രസാദിപ്പിച്ച യേശുവിനോട് പുച്ഛം കലർന്ന ഭാവത്തിൽ ഏലിയ വരുമോ എന്ന് കാണട്ടെ എന്ന് ഫരിസേയർ പരിഹസിക്കുന്നു. യേശുവേ, നീ നിന്റെ പിതാവിൻ്റെ പക്കൽ നിന്ന് വരുന്നുവെന്നും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണമെന്നും അരുൾ ചെയ്തുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചു. മരണസമയത്ത് പോലും തൊണ്ട നനയ്ക്കുവാൻ ഒരു തുള്ളി വെള്ളം തരാൻ മടി കാണിച്ച ഞങ്ങളോട് യേശുവേ മാപ്പ് നൽകണമേ. കട്ടിലിൽ കിടന്ന് ഒരു തുള്ളി വെള്ളത്തിനായി കരഞ്ഞ് നിലവിളിക്കുന്ന വൃദ്ധ മാതാപിതാക്കളുടെ രോദനം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ അങ്ങ് തുറക്കണമേ. കർത്താവെ, ഞങ്ങളോട് പൊറുക്കണമേ. പരിശുദ്ധ ദൈവമാതാവെ, അങ്ങേ തിരുക്കുമാരൻ്റെ പാപപരിഹാര ബലിയിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. സ്നേഹത്തിൻ ഉറവയാം നാഥ,
നാഥ ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ സ്നേഹത്തിൻ ഉറവയാം നാഥാ ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ തിരുമുറിവുകളിൽ അഭയം തരേണേ തിരുരക്തത്താൽ കഴുകിയിടേണേ തിരുമുറിവുകളിൽ അഭയം തരേണേ തിരുരക്തത്താൽ കഴുകിയിടേണേ അനുതാപ കണ്ണീരൊഴുക്കി നാഥ താണുവണങ്ങുന്നു ഞങ്ങൾ അനുതാപ കണ്ണീരൊഴുക്കി നാഥ താണുവണങ്ങുന്നു ഞങ്ങൾ നാഥ താണുവണങ്ങുന്നു ഞങ്ങൾ സ്നേഹത്തിൻ ഉറവയാം നാഥാ ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ സ്നേഹത്തിൻ ഉറവയാം നാഥ ഹൃദയം പിളർന്നു ക്രൂശിൽ പിടയും യേശുവേ കുരിശിൻ ചുവട്ടിൽ അണയുന്നു ഞങ്ങൾ പാപപരിഹാര വഴിയിലൂടെ 14 സ്ഥലം. ഈശോയുടെ ചങ്കിൽ കാഴ്ചക്കുറവുള്ള പടയാളി കുത്തി മുറിവേൽപ്പിക്കുന്നു. അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടതെന്ന് ഈശോ ആ അന്ധയാചകനോട് ചോദിച്ചു. എനിക്ക് കാഴ്ച കിട്ടണം, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ എന്നരുൾ ചെയ്തുകൊണ്ട് തൽക്ഷണം അവൻ്റെ കണ്ണുകൾ തുറന്ന യേശുവേ, അങ്ങയുടെ ചങ്കിലെ സ്നേഹം കാണാൻ കഴിയാതെ പോയ അന്ധരായ ഞങ്ങളോട് നീ ക്ഷമിക്കണമേ. അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും അന്ധത നിറഞ്ഞ് ആരെയെല്ലാം ഞങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചുവോ അവിടെ ഹൃദയത്തിൽ നൊഴുകിയ രക്തക്കണ്ണുനീർ കാണുവാൻ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേലയക്കണമേ. അവസാനത്തുള്ളി രക്തം വരെ ഒഴുക്കി പിതാവ് തന്നെ ഏൽപ്പിച്ച തിരുഹിതം നിറവേറ്റുവാൻ ഈ പാപപരിഹാര വഴിയിലൂടെ അങ്ങ് നടന്നു പോയപ്പോൾ അങ്ങ് ഞങ്ങളെ സ്വർഗത്തിലേക്ക് ആനയിക്കുകയായിരുന്നുവല്ലോ.
അങ്ങ് പോയ ഈ പരിഹാര വഴിയിൽ ഞങ്ങൾ നടന്നു നീങ്ങിയപ്പോൾ ഈ പീഡാനുഭവ ധ്യാനം ഞങ്ങളെ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുത്തട്ടെ. ആമേൻ. ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോൾ, ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോൾ തകരുന്നു ഹൃദയം, തകരുന്നു ഹൃദയമെന്നീശോയേ. എൻ പാപത്തിൻ കുരിശു നീ തോളിലേറ്റി, പാപ പരിഹാര വഴിയായി നീങ്ങുന്നു, നീ നീങ്ങുന്നു. ക്രൂശിൽ ഞാൻ ഈശോയെ കാണും. കണ്ണീരു കൊണ്ടു ഞാൻ കഴുകിടുന്നു, തൃപ്പാദങ്ങൾ ചുംബിച്ചു ചൊല്ലുന്നു. കണ്ണീരു കൊണ്ടു ഞാൻ കഴുകിടുന്നു, തൃപ്പാദങ്ങൾ ചുംബിച്ചു ചൊല്ലുന്നു. പതിക്ക് നിൻമുഖം മമതാരിൽ, പൊറുക്കണേ എൻ പാപങ്ങൾ. പതിക്ക് നിൻമുഖം മമതാരിൽ, മമതാരിൽ. ക്രൂശിൽ ഞാൻ ഈശോയെ കാണുമ്പോൾ തകരുന്നു ഹൃദയം, തകരുന്നു ഹൃദയമെന്നീശോയേ. എൻ പാപത്തിൻ കുരിശു നീ തോളിലേറ്റി, പാപ പരിഹാര വഴിയായി നീങ്ങുന്നു, നീ നീങ്ങുന്നു. സമാപന പ്രാർത്ഥന. ഈ പരിഹാര വഴിയിലൂടെ നടന്നു നീങ്ങിയ നമുക്ക് നിത്യതയിലേക്ക് കണ്ണുകൾ ഉയർത്താം. സ്വന്തം ശരീരവും രക്തവും ജീവനും നൽകി ഈശോ തൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്നേഹം എന്താണെന്ന് നമ്മെ പഠിപ്പിച്ചു. ഈ പീഡാസഹനങ്ങളുടെ യോഗ്യതയാൽ നാം ഇന്ന് പാപവിമുക്തരായി നിത്യജീവന് അവകാശികളായി. സ്നേഹിതനു വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ച
യേശുവിൻ്റെ ശിഷ്യരായി നമുക്ക് ജീവിത സാക്ഷ്യം നൽകാം. പരിശുദ്ധ അമ്മേ, പാപികളായ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ, അങ്ങയുടെ പുത്രൻ്റെ മേൽ വരുത്തിയ ദ്രോഹങ്ങൾക്ക് അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. ഇതാ നിന്റെ അമ്മ എന്നരുൾ ചെയ്തുകൊണ്ട് ഈശോ ഞങ്ങൾക്ക് നൽകിയ സ്നേഹ സമ്മാനമായ പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ പൂർണ്ണമായി പ്രതിഷ്ഠിക്കുന്നു. ആമേൻ.